ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു പ്രോഗ്രാമിലാണ് ആദ്യമായിട്ട് ഈ ബോട്ടിൽ സാൻഡ് ആർട്ട് കാണുന്നത്. ഈജിപ്തിലെ നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഈ ബോട്ടിൽ സാൻഡ് ആർട്ട് നേരിട്ട് കാണാനുള്ളൊരു അവസരം ഉണ്ടായത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. മണൽ ഉപയോഗിച്ചുള്ള അലങ്കാര കലകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല രീതിയിലും വികസിച്ചിട്ടുണ്ട്. അതിൽ പ്രശസ്തമായൊരു പാരമ്പര്യം ജോർദാനിൽ, പ്രത്യേകിച്ച് പുരാതന നഗരമായ പെട്രയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കാണാൻ കഴിയും. അതുപോലെ ബ്രിട്ടനിലും പല നിറത്തിലുള്ള മണൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പാരമ്പര്യവും ഉണ്ടായിരുന്നു. 1783 ബെഞ്ചമിൻ സോബൽ എന്ന വ്യക്തി നിറമുള്ള മണൽ, പഞ്ചസാര, മാർബിൾ പൊടി എന്നിവ ഉപയോഗിച്ച് അലങ്കാര ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇത് വിൻസെന്റ് കാസിലെ രാജാവ് ജോർജ് മൂന്നാമന്റെ ശ്രദ്ധയും നേടിയിരുന്നു. എൻ്റെ പേര് കൂടി അതിൽ എഴുതി ചേർക്കുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ചെയ്തതാണ് കേട്ടോ. ഈ ആദ്യകാല മണൽ ചിത്രങ്ങൾ സാധാരണയായി ഒരു പ്രതലത്തിൽ, പലപ്പോഴും ഗ്ലാസിന് അടിയിൽ നിർമ്മിച്ചവയായിരുന്നു. ഈ രീതിയെ മാമറ്റിൻഡോ അഥവാ സാൻഡ് പെയിന്റിംഗ് എന്നാണ് വിളിച്ചിരുന്നത്. ബോട്ടിൽ സാൻഡ് ആർട്ടിനെ പറ്റി പറയുമ്പോൾ ആൻഡ്രൂ ക്ലെമൻസിനെ പറ്റിയും പറയേണ്ടതായിട്ടുണ്ട്. 1857 1894 ഇടയിൽ ലോവ സിറ്റിയിലെ മാഗ്രഗിൽ ജീവിച്ചിരുന്ന അദ്ദേഹം പെയിന്റോ ബ്രഷോ ഇല്ലാതെ പല നിറങ്ങളിലുള്ള മണൽ ചെറിയ ഗ്ലാസ് കുപ്പിയിൽ നിറച്ച് ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. 1883 നിർമ്മിച്ച ദ മാരി ഹേ ബോട്ടിൽ എന്ന സൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായത്. ഈ സൃഷ്ടി ഇപ്പോൾ ഉള്ളത് സ്മിത്സോണിയൻ അമേരിക്കൻ ആർട്ട് മ്യൂസിയത്തിലാണ്. കുപ്പിക്കുള്ളിലെ മണൽക്കല വികസിപ്പിക്കുകയും അതിനെ അതുല്യമായ ഒരു രൂപത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത പ്രധാന കലാകാരനായിരുന്നു ആൻഡ്രൂ ക്ലെമൻസ്. ഈ ബോട്ടിൽ സാൻഡ് ആർട്ട് ചെയ്യാനായിട്ട് ചെറിയ ഫണലുകൾ, സ്പൂണുകൾ അല്ലെങ്കിൽ നേർത്ത ട്യൂബ് പോലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ ആർട്ട് നിർമ്മിക്കുന്നതിനായിട്ട് വളരെ നേർത്ത പല നിറങ്ങളിലുള്ള മണൽ ആവശ്യമാണ്. ചില മണലുകൾക്ക് നിറം സ്വാഭാവികമായി തന്നെ ലഭിക്കുന്നു. ഉദാഹരണത്തിന് ഇരുമ്പ് അടങ്ങിയ ധാതുക്കൾ മണലിന് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങൾ നൽകാം. കറുപ്പ് നിറം വോൾക്കാനിക് മിനറൽസ് ആകാം. മറ്റു നിറങ്ങൾ പിഗ്മെന്റുകൾ ഉപയോഗിച്ചാണ് നിറം നൽകുന്നത്. മണൽ കുപ്പികളിലേക്ക് വളരെ ശ്രദ്ധയോടെയാണ് നിറയ്ക്കുന്നത്. വളരെ കൃത്യതയോടെ ചെയ്യേണ്ട ഒരു കലയാണിത്. ഏകദേശം 200 ഈജിപ്ഷ്യൻ പൗണ്ടായി ഈ ആർട്ട് ചെയ്തതിന്. പക്ഷെ ഞങ്ങൾ മാർക്കറ്റിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഏകദേശം 400 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഈ ഒരു ചെറിയ ബോട്ടിലിന് പറഞ്ഞത്. ചിത്രം പൂർത്തിയായി കഴിഞ്ഞാൽ കുപ്പി അടച്ച് സീൽ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.